നമസ്കാരം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018-19 നടന്ന ആ വിധിയുമായി ബന്ധപ്പെട്ട് പിന്നീട് നാമജപ ഘോഷയാത്രയും ഇതിന്റെ പേരിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളുമൊക്കെ പ്രതിപക്ഷവും BJPയും RSSും അവിടെ ശക്തമായ നിലയിൽ അവർ കൈകാര്യം ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് നടപടിയും എടുത്തിരുന്നു. ഈ വർഗീയ ലഹള ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആ കോടതി വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുൻകൈ എടുത്തപ്പോൾ എന്നാൽ പ്രതിപക്ഷവും RSSും BJPയും അടങ്ങുന്ന സംഘം അവിടെ ഒരു കലാപഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന്റെ പേരിൽ ഒരുപാട് കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു. ഏകദേശം 2600 സംതിങ് കേസുകളാണ് മൊത്തത്തിൽ എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോ VD സതീശനും മറ്റും പ്രചരിപ്പിക്കുന്നത് ഈ നാമജപ ഘോഷയാത്രയ്ക്ക് പോയവരുടെ കേസുകൾ അത് പിൻവലിച്ചിട്ടില്ല, അവരുടെ പേരിൽ ഇപ്പോഴും നിലവിൽ കേസുകളുണ്ട്, അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായിട്ട് NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വരണമെന്നുള്ള രീതിയിലാണ് ഇപ്പോ VD സതീശൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കേസുകളെല്ലാം നിലവിലില്ല എന്ന് മാത്രമല്ല, ഏകദേശം ഈ 2600-അടുത്തുള്ള കേസുകളിൽ 100 കേസുകൾ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. ആ നിലവിലുള്ള 100 കേസുകൾ എന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളവർക്കെതിരെ മാത്രമാണ് ആ കേസുകൾ എടുത്തിട്ടുള്ളത്. അത് PDPP ആക്ട് പ്രകാരമുള്ള ഒരു കേസ് ആണ് നിലനിൽക്കുന്നത്. ആ കേസ് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഏത് സർക്കാർ ആണെങ്കിലും ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ എടുക്കുന്ന കേസുകളായിട്ടാണ് വരുന്നത്. എന്തായാലും സതീശൻ ഈ നുണപ്രചരണം ഏറ്റെടുത്ത് മാധ്യമങ്ങളിലൂടെ വിളമ്പുകയാണ്. വസ്തുത ഇതായിരിക്കെ മറ്റ് പ്രവർത്തകരെ കൂട്ടി ഈ നുണപ്രചരണം വൻപിച്ച രീതിയിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇപ്പോ റിപ്പോർട്ടർ ചാനലിൽ തന്നെ അതിന്റെ വസ്തുത നിരത്തി കണക്ക് സഹിതം ഡോക്ടർ അരുൺകുമാർ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറഞ്ഞ ആ വസ്തുതാപരമായിട്ടുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. NSS പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായി അന്ന് കേസെടുത്തിട്ടുണ്ട് സർക്കാർ. ആ കേസ് പിൻവലിക്കുമെന്ന് ഉറപ്പ് തന്നാണ്. പക്ഷെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല. എല്ലാവർക്കും എതിരായിട്ടുള്ള കേസാണ്. ആ കേസ് പിൻവലിക്കും. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിധത്തിൽ പ്രതിപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശബരിമലയിലെ കേസുകൾ പിൻവലിക്കാത്തത് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. കണക്കുകൾ ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇനി ആ ചോദ്യം പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ആ കണക്കുകൾ ഞാനൊന്ന് പറയാം. സംസ്ഥാനത്ത് ആകെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2635 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് പ്രതിപക്ഷവും BJPയും പരത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ നാം ഏതെങ്കിലും കേസുകൾ നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. കേസുകൾ പിൻവലിച്ച കേസുകളുടെ എണ്ണം ഞാൻ വായിക്കാം. 1940 തെറ്റായ കേസുകൾ എന്ന് പറഞ്ഞ് പോലീസ് റഫറൽ ചെയ്തത് 613, വിഡ്രോൺ ചെയ്ത കേസുകൾ 237, കോടതി വിട്ടയച്ച കേസ് 86, അതായത് പ്രോസിക്യൂഷൻ എതിർക്കാതെ 278 കേസുകൾ അക്യൂറ്റ് ചെയ്തു, 726 കേസുകൾ കൺവിക്ട് ചെയ്തു, അതായത് പെറ്റി ചാർജുകൾ അടച്ച് ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ മാത്രം പെറ്റി കേസ് അടച്ചുപോയി. ബാക്കിയുള്ള കേസുകളിൽ 1940 കേസുകൾ 2635 കേസുകളിൽ ആ കേസ് വിഡ്രോ ചെയ്യപ്പെടുകയോ അക്യൂറ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും കേരള സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 2635 കേസുകളിൽ 1940 കേസുകളും പിൻവലിക്കുകയോ അവയിൽ നിന്ന് വിടുതൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി അവശേഷിക്കുന്നതാവട്ടെ 695 കേസുകളാണ്. അത് ഗുരുതര സ്വഭാവമുള്ള കോടതി കൊഗ്നിസൻസ് വിഭാഗത്തിൽപ്പെടുന്ന കേസുകളാണ്. ഗുരുതരമല്ലാത്തവയിൽ സർക്കാരിന് ശുപാർശ സമർപ്പിച്ച കേസുകളുടെ എണ്ണം 653 അത് ആ കേസും പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചുരുങ്ങി വന്നാൽ 100-ൽ താഴെ കേസുകൾ മാത്രമേ ആ അർത്ഥത്തിൽ സർക്കാർ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അത് ഭക്തജനങ്ങളെ ആക്രമിച്ച കേസാണ്, അത് പൊതുമുതൽ നശിപ്പിച്ച കേസാണ്, PDPP ആക്ട് നിൽക്കുന്ന കേസാണ്. ആ 100-ൽ താഴെയുള്ള കേസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും ദയവ് ചെയ്ത് പരത്താതിരിക്കാൻ ശ്രമിക്കുക. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങളിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കുകയും സർക്കാരിന്റെ ഭാഗത്തുള്ള കൃത്യമായ നിലപാടുകളും
പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോന്നിട്ടുള്ളത്. എന്നാൽ വി ഡി സതീശൻ പറയുന്നത് പോലെ നല്ല രീതിയിലുള്ള കേസുകൾ എടുത്തെങ്കിലും അതെല്ലാം പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, ഈ നുണപ്രചാരണങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് തുടങ്ങിയ ഈ നുണപ്രചരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NSS നിലപാട് മാറ്റി ഗവൺമെന്റിനൊപ്പമാണെന്ന് പറയുകയും ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ഈ അയ്യപ്പ സംഗമത്തിൽ അവർ പൂർണ്ണ പിന്തുണ കൊടുക്കുകയും സർക്കാരിൽ വിശ്വാസമാണെന്ന് NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ കോൺഗ്രസിന് ആകപ്പാടെ നിലതെറ്റിയ ഒരവസ്ഥയിലായിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഈ നുണപ്രചരണം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ജനങ്ങളുടെ അടുത്ത് വിലപ്പോകില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.